അപ്പോൾ നമ്മളിന്നൊരു ഓൾഡ് മൈൻ മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അൺഫോർച്ചുനേറ്റ്ലി സ്ലൊവേനിയയിൽ നമ്മൾ താമസിക്കുന്ന ലിത്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഈ മൈൻ മ്യൂസിയം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2025 മൈനിങ് നിർത്തലാക്കി വിസിറ്റേഴ്സിനെ അലോ ചെയ്തിട്ട് 60 വർഷം തികയുന്ന ഒരു മ്യൂസിയം ആണ് ഇത്. സ്ലൊവേനിയയിൽ വന്നിട്ട് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്തെങ്കിലും തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഒരു മ്യൂസിയം നമ്മൾ വിസിറ്റ് ചെയ്യാൻ ലേറ്റ്. നമുക്ക് ഈ ജിയോളജിക്കൽ ഇൻഫോർമേഷൻസിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുവർ ആയിട്ടും വർത്തായിട്ട് തോന്നുന്ന ഒരു പ്ലേസ് തന്നെയാണ്. 15 മിനിറ്റ് മൈൻ ടൂർ ആണ് നമ്മൾ പോയത്. ഇതിലൊരു ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ടാവും. ആൻഡ് ഓൾസോ ഇത് തികച്ചും ഫ്രീ ആയിട്ടുള്ളൊരു ടൂറാണ്. നമ്മൾ ഈ കാണുന്ന ഒരു ചിത്രം വർഷങ്ങൾക്ക് മുന്നേ സയന്റിസ്റ്റുകൾ ചുവർചിത്രങ്ങളായിട്ട് മൈനകത്ത് നിന്ന് കണ്ടെത്തിയത്. 40 കിലോമീറ്റർ അണ്ടർപാത്തുള്ള ഈ മൈൻ സെന്ററിൽ 60+ മിനറൽസ് ആണ് ഇതുവരെ ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അത്ഭുതമായിട്ട് തോന്നിയ മറ്റൊരു കാര്യം, യൂറോപ്പിലെ തന്നെ വൺ ഓഫ് എ റിച്ച് മൈൻ തന്നെയായിരുന്നു ഇതെന്നുള്ളത്. മൈൻ ചെയ്തതിൽ നിന്ന് ഓറ് വേർതിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ചുവർചിത്രങ്ങളായിട്ട് കണ്ടെത്തിയ ഒന്നായിരുന്നു. ഇനി നമ്മളിതിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് ടൂർ മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോകാവുന്നതാണ്. അതിന് ഗൈഡിന്റെ ചാർജ് അടക്കം നമുക്ക് ആകെ വരുന്നത് 22 യൂറോ. ഓൾസോ നമ്മുടെ സേഫ്റ്റി ഒരു റിക്വയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹെൽമെറ്റ് ഒക്കെ തന്നാണ് അകത്തോട്ട് വിടുന്നത്. അകത്ത് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും മാജിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് പോയി കണ്ടിട്ടുള്ള ആളുകൾ പറയുന്നത്. നമ്മൾ എന്തായാലും ഒന്ന് പോകാൻ പ്ലാൻ ചെയ്തിട്ടാണ്. ലുബ്ലിയാനയിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ വെറും 25 മിനിറ്റ് കൊണ്ട് നമുക്കിവിടെ എത്തിച്ചേരാം. ഗൂഗിൾ മാപ്പ് നോക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ലിതിയയിലെ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഞങ്ങൾ ആ ടൂറൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. എല്ലാവരും നമ്മുടെ ഗൈഡും സ്റ്റാഫും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് കൂടി കടന്നുപോയി.